ഹലോ. അപ്പം നമ്മൾ ഇന്ന് ഒരു കുട്ടി വ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി ലഞ്ച് ടൈം ആട്ടോ. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ബാക്കി വിശേഷങ്ങൾ പിന്നീട് കാണാം. അങ്ങനെ ഞങ്ങൾ രാവിലെ നേരത്തെ ഇറങ്ങിയിട്ട് ലുലുവിലൊന്ന് പോകാമെന്ന് വെച്ചാൽ എന്തായാലും സിറ്റിയിലേക്ക് അങ്ങോട്ട് പോകുമല്ലേ. അപ്പം കുറച്ച് സാധനം മേടിക്കും. കുറച്ച് സാധനമൊന്നുമില്ല, ശരിക്കും മേടിക്കാനെന്ന് വെച്ചാൽ ഫ്രഞ്ച് ഫ്രൈസ് കേട്ടോ. കാരണം നമ്മുടെ ലുലുവിൽ ഓഫറിന് കിട്ടും, ഒരു വലിയൊരു പാക്കറ്റ് ഉണ്ട്. അപ്പം മിക്കവാറും ചെല്ലുമ്പോഴൊക്കെ കാണും കേട്ടോ. അത് മേടിച്ച് വെക്കുവാണെങ്കിൽ വൈകിട്ട് ചായയോടെ കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് പിള്ളേർക്കും ഇഷ്ടം, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഓരോ കാര്യമൊക്കെ പറഞ്ഞു പോവാണ്. കഴിഞ്ഞ ദിവസം ഏട്ടനാണെങ്കിൽ ഓഫീസിൽ നിന്ന് ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനാണെങ്കിൽ സത്യം പറയുന്നത് ലഞ്ചിന് തീരെ താല്പര്യം. എന്തേ ഇവിടെയായിരുന്നു ഇന്നലെ ഏട്ടൻ്റെ പാർട്ടിയും DJയൊക്കെ. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഇന്ന് വരുന്നത്. അപ്പം നമ്മൾ നേരെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൈ താമരയിലാണ്. പക്ഷേ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആണല്ലോ നമ്മൾ ലുലുലു പോകുന്നത്. അപ്പോൾ ഒന്ന് ടേൺ ചെയ്തിട്ട് ഞാൻ ചോദിക്കുന്നു അമ്മയെ കയറുന്നില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മക്കളെ സാധനം മേടിച്ചിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ വിശപ്പാകത്തുള്ളൂ കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു വക കഴിച്ചിട്ടില്ല. വൈകിട്ട് ഞാൻ ഡയറ്റിംഗ് എന്ന് പറഞ്ഞ് കയറി. ഇന്ന് രാവിലെ ഒരു ഗ്ലാസ് വെള്ളമേ കുടിച്ചുള്ളൂ. എന്നിട്ടും അത് അളന്നാണ് കുടിച്ചത്. കാരണം ഇനി പോയി കഴിഞ്ഞ് കഴിക്കണ്ടേ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ നേരെ അവിടെ പോയി ട്രോളിയൊക്കെ എടുത്ത് യാശുവിനൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. അങ്ങനെ അധികം സാധനമൊന്നും മേടിക്കില്ലെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ പോയി എനിക്കൊരു പാക്കറ്റ് സർഫ് മേടിക്കണമായിരുന്നു. അങ്ങനെ അത് ഓഫറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊരെണ്ണം എടുത്തു. പിന്നെ സ്നാക്സ് എന്തെങ്കിലും നോക്കിയപ്പം എനിക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം അത്ര ഹെൽത്തി അല്ലല്ലോ. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച് നോക്കിയതൊന്നും എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ട് നമ്മൾ നേരെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ അടുത്തോട്ട് പോയി. പിന്നെ ഞാൻ ആകെ ലുലുവിൽ വന്നാൽ നേരെ എന്നെ കിട്ടാത്തൊരു സ്ഥലമുണ്ട് കേട്ടോ. അങ്ങനെ ഏട്ടൻ പറഞ്ഞു ഇന്ന് പോകണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല. ഞാൻ പോകത്തില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞത്. എന്നിട്ടും അവിടെ എല്ലാം കറങ്ങി തീർന്നിട്ട് ഏട്ടൻ ഫ്രഞ്ച് ഫ്രൈസ് എടുക്കാൻ പോയ സമയം കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് അച്ചാറിൻ്റെ സെക്ഷനാണ് കേട്ടോ. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നെന്ന്. അങ്ങനെ അവിടുന്ന് ഞാൻ ഡേറ്റ്സിൻ്റെതും നമ്മുടെ ലൈമും പിന്നെ ഞാനെന്ത് പൈനാപ്പിൾ പിക്കിൾ ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ അതും 100 ഗ്രാം വെച്ച് പറഞ്ഞിട്ട് പിന്നെ നോക്കിയപ്പോൾ കാണാൻ ടൂട്ടി ഒരു ബോക്സിനകത്ത് ഇരിക്കുന്നത്. ഇത് ഇഷ്ടമൊന്നുമില്ല, ചുമ്മാ കണ്ടപ്പോൾ ഒന്ന് മേടിച്ചു കേട്ടോ. അങ്ങനെ അത് 3 കൂടെ നേരെ എടുത്തോണ്ട് ഇട്ടപ്പോൾ ഏട്ടൻ എന്നെ ഒരു നോട്ടം കേട്ടോ. അച്ചാർ തീർന്ന് സത്യം പറഞ്ഞാൽ കുറച്ചായിരുന്നു, എനിക്കിട്ടുണ്ടാക്കാൻ വയ്യാത്തതുകൊണ്ട് പിന്നെ ഞാനിത് 3 എടുത്തത്. അങ്ങനെ ഞാൻ നേരെ ബില്ലൊക്കെ അടിച്ച് ഏട്ടൻ്റെ അത്യാവശ്യം കൂടെ പുറത്തേക്കുവാണ്. അപ്പം ഏട്ടൻ്റെ കാലും അങ്ങോട്ട് സെറ്റായി വരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം DJ ഒക്കെ തകർത്ത് ഹാർമതിച്ചതാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ലിഫ്റ്റിനകത്താണ് പോകുന്നത്. കാരണം എസ്കലേറ്റർ വഴി പോയില്ല. അങ്ങനെ ട്രോളിയൊക്കെ വിട്ട് നേരെ വെച്ച് ഞങ്ങൾ കാർ ഒന്ന് വാഷ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചെന്നിട്ട് അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തു, ക്ലിയർ ചെയ്തിട്ട് ഞങ്ങൾ നേരെ പോവാട്ടോ. അപ്പോഴത്തേന് എനിക്ക് വിശപ്പൊക്കെ ചെറുതായിട്ടായി തുടങ്ങി. കാരണം ഞാനൊന്നും കഴിച്ചില്ല, അവർക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ. അങ്ങനെ നേരെ ചെന്നു. സത്യം പറഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ടോ ഇങ്ങോട്ട് വരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് യാശുവിന് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഇവിടെ ഒരു ലഞ്ചിന് പോകാമെന്ന് വെച്ചത്. ആ സമയത്ത് ഫുൾ വൊമിറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ തന്നെ ഏട്ടനോട് പറഞ്ഞു ഏട്ടാ വേണ്ട, കഴിച്ച ഫുഡെല്ലാം വൊമിറ്റ് ചെയ്ത് പോകുമല്ലോ. അങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പം ഇത് ഏട്ടൻ്റെ കമ്പനിയിലെ ഒരു ഇത് തന്നെയായിരുന്നു, എന്താ ഒരു ഗിഫ്റ്റ് പോലെ സംഭവമാണ്. ഫാമിലി ലഞ്ചോ ഡിന്നറോ ആണ് ഓപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ലഞ്ചാണ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നേരെ ലിഫ്റ്റ് കയറി ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ എടുക്കാം കേട്ടോ. ഞാൻ അപ്പം നേരെ ചെന്ന് ഇറങ്ങുന്നത് നമ്മുടെ ആ ഒരു ലഞ്ചിൻ്റെ ഒരു സെക്ഷനിലേക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്ന ടൈമിൽ ആരും ഇല്ലായിരുന്നു കേട്ടോ, ഒറ്റ മനുഷ്യരില്ലായിരുന്നു. അവിടെ ഫുൾ വേക്കൻ്റായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു വീഡിയോസും ഫോട്ടോസും കുറച്ചൊക്കെ എടുക്കാമല്ലോ എന്ന്. അപ്പോൾ ദേ കയറി വന്നപ്പോൾ കാണാൻ ഒരു കുട്ടി സാധനമൊക്കെ കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അടിപൊളിയൊരു വൈബായിരുന്നു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളായിരുന്നു. പിന്നെ ഞാൻ പുറത്തേക്കൊക്കെ പോയി ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വന്നപ്പോഴത്തേനും ആ പൂളിനകത്ത് 2 പേരുണ്ടായിരുന്നു കേട്ടോ. എന്നെ കണ്ടുകൊണ്ടാണ് തോന്നുന്നു ഞാൻ ഇനി വീഡിയോസ് അങ്ങനെ എടുത്താലും ഒന്ന് മേടിച്ചിട്ട് അവർ ഒരിടത്തുനിന്ന് ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ അധികം അവിടെ നിന്നില്ല. ജസ്റ്റ് അങ്ങോട്ട് ആ ഒരു സെക്ഷൻ പോകാണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ തിരിഞ്ഞിട്ട് ഞാൻ ചെയ്യാനോട് പറഞ്ഞ മക്കളെ നമുക്കിനി അങ്ങോട്ട് പോകും, അകത്ത് പോയി ഫുഡിൻ്റെയൊക്കെ വീഡിയോ എടുക്കാം. അപ്പം തന്നെ ആൾക്കാർ വരുമ്പോഴത്തേനും ഇല്ലെങ്കിൽ നല്ല തിരക്കാവുമല്ലോ. അങ്ങനെ ഞാൻ നേരെ വന്നു. അകത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയപ്പോൾ കാണാൻ ആരെയും കാണുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ നോക്കി ഇതിന് ഏത് ടേബിളിലാണ് പോയിരിക്കുന്നതെന്ന് വെച്ച് കണ്ടു. അവർ 2 തല കണ്ടപ്പോൾ തന്നെ ഞാൻ നേരെ അങ്ങോട്ട് പോവാം. എന്നിട്ട് അവിടെ പോയിട്ട് നേരെ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോകട്ടോ, എന്തൊക്കെ ഉണ്ടെന്ന് കാണാനായിട്ട്. അങ്ങനെ ഡെസേർട്ട് സെക്ഷനിലേക്കൊക്കെ പോയിട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ വായിന്ന് വെള്ളം വരുവാണ്. എനിക്ക് ഈശ്വരാ വിശന്നാണെങ്കിൽ ഇരിക്കും കേട്ടോ. ഇത് കണ്ട് ഫുള്ള് കഴിയുമ്പോഴത്തേന് സത്യം പറഞ്ഞാൽ എൻ്റെ വിശപ്പം മാറും. ഞാൻ അങ്ങനെയൊക്കെ കഴിക്കത്തില്ലെങ്കിലും 2-3 കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ വയറ് നിറയും ചെയ്യും കേട്ടോ. അങ്ങനെ ഓരോ കേക്കിൻ്റെ സെക്ഷനാണ്, പല വെറൈറ്റി പല ഫ്ലേവറുണ്ട്. ലഡ്ഡു വന്നപ്പോഴത്തേന് തന്നെ എനിക്കൊരെണ്ണം കഴിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ വന്നാൽ ലഡ്ഡു എടുത്തെങ്കിൽ ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സെക്ഷൻ വേക്കൻ്റായിട്ട് കിടക്കുന്ന, ബാക്കി വെച്ചിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് അവർ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ പോകുന്നത്. കാരണം ആരും ഇല്ലല്ലോ, ആരും ഇല്ലാത്തപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാമല്ലോ. അങ്ങനെ പിന്നെ ബാക്കി എടുത്തപ്പോഴത്തേന് ഇത് നമ്മുടെ അച്ചാർ, പപ്പടം, സാലഡ്, ഒരു മീൽസിൻ്റെ സെക്ഷനായിരുന്നു. അങ്ങനെ അതുമൊക്കെ നോക്കി നേരെ പോവുകയാണ്. ഇത് കുറേ പിക്കിൾസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്കങ്ങോട്ട് വലിയ തോരൻ, അവിയൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അതും നോക്കി. പിന്നെ കുറേ സാലഡ് സെക്ഷൻസ് ആയിരുന്നു. അങ്ങനെ അതുമൊക്കെ നോക്കുവാണ്. അതൊന്നും എനിക്ക് വലിയ താല്പര്യമല്ല, എന്നാലും വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഈ ഒരു സെക്ഷനൊന്നും വേണ്ട. പിന്നെ വീണ്ടും പല വെറൈറ്റി സംഭവമാണ്. കണ്ട് ഈ ഒരു സംഭവമുണ്ടോ C ഷേപ്പ്, ഞാൻ വെച്ച് അടിപൊളിയാണല്ലോ എന്ന് വെച്ചിട്ട് നോക്കിയതാട്ടോ. പക്ഷേ സംഭവം പയറിൻ്റെ ഒരു സാധനമാണ്.
പിന്നെ ദേ വന്ന് ക്യാരറ്റും കുക്കുംബറും ഒക്കെ വെച്ചിട്ട് പല വെറൈറ്റിയിലെ സംഭവങ്ങളൊക്കെയാണ് അവർ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഞാൻ അതെല്ലാം നോക്കി കണ്ടെടുത്തിട്ടാണ് ഈ ഒരു സംഭവം കണ്ടോ. ഈ ഒരു സംഭവം നിങ്ങൾക്ക് അറിയാമായിരിക്കും, എനിക്കും അറിയാമായിരിക്കും, പക്ഷേ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ അതിൻ്റെ ഏറ്റവും വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനമാണ്. ഇതിനെ സുഷി എന്നല്ലേ പറയുന്നത്. ഞാൻ കഴിക്കണമെന്ന് വിചാരിച്ചത് കേട്ടോ. ഏതോ ഒരു വീഡിയോക്കകത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് ഒരെണ്ണം കഴിച്ചിട്ട് അവർ ഭയങ്കരമായിട്ട് വെറുപ്പിക്കുന്ന ഒരു സംസാരം. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ആദ്യമേ എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ അതങ്ങ് ഇതാവണ്ടല്ലോ എന്ന്. പിന്നെ ബ്രെഡ് ബട്ടർ നമ്മുടെ സൂപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയേ ഉള്ളതെന്ന് പറഞ്ഞാൽ നേരെ വന്നുകൊണ്ട് ഈ ഒരു സാധനം ഞാൻ വീണ്ടും ഒന്ന് നോക്കുവാണ് ഇത് കഴിക്കണോ വേണ്ടിയോ എന്ന്. അപ്പം എൻ്റെ മോൻ പറയും അവനെടുത്ത് കൊടുക്കാൻ. അവൻ ഈ വീഡിയോസിനത് കാണുമ്പോഴത്തേന് അവനിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവന് ഞാൻ 2-3 എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ മീൽസായ നമ്മുടെ എന്താ പറയുക നൂഡിൽസും എന്താ പറഞ്ഞത് ചിക്കൻ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ഉണ്ടായിരുന്നു, പ്രോൺസ് ഉണ്ടായിരുന്നു, മട്ടൻ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, എന്തൊക്കെയോ വെറൈറ്റികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ട് അവസാനം എനിക്ക് എന്തൊക്കെയാണെന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഏട്ടൻ്റെ അടുത്ത് എന്നിട്ട് പറയും ഏട്ടാ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനോട് ചോദിച്ചു എല്ലാവർക്കും ഉണ്ടോ? ഞാൻ പറഞ്ഞാൽ ഉണ്ട്. ഏതൊക്കെയാണ്? ഞാൻ പറഞ്ഞാൽ എന്തൊക്കെയാണെന്നോ വീഡിയോ എടുത്ത് നോക്കാൻ. അങ്ങനെ എല്ലാം വന്നൊന്ന് പൊക്കി നോക്കട്ടെ ചൂടൊക്കെ ഉണ്ടോ എന്ന്. അവരങ്ങോട്ട് കൊണ്ടുവച്ചിട്ട് പോകുമ്പോഴാണ് ഞാൻ ഇതിൻ്റെ പുറകിൽ പോകുന്നത്. അപ്പം ഇതെല്ലാം നോക്കിയിട്ടാണ് ഗ്രിൽ ഫിഷ് ആ സംഭവം നല്ല മണമായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ അടുത്തോട്ട് ചെന്നപ്പോഴത്തേന് പിന്നെ നമ്മുടെ BBQ പ്രോൺസ് ഉണ്ടായിരുന്നു. അത് സെറ്റ് സാധനമായിരുന്നു കേട്ടോ. അപ്പം കണ്ടപ്പോഴേ കഴിക്കാൻ തോന്നി നേരെ പോയിരുന്നത് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് ഇത് തന്നെ കേട്ടോ. പിന്നെ ദം ബിരിയാണി, പിന്നെ പറഞ്ഞിട്ട് പോർക്കുണ്ട്. ഇത് ബീഫ് സ്റ്റൂ ആണ് കേട്ടോ. പിന്നെ പോർക്കൊന്നും ഞാൻ കഴിക്കത്തില്ല. അയ്യോ കാണുമ്പോഴേ എനിക്ക് എന്തോ പോലെയാണ്. അങ്ങനെ ഇതെല്ലാം ഒന്ന് പൊക്കിയൊക്കെ നോക്കിയിട്ട് ഞാൻ നേരെ അങ്ങോട്ട് പോവാം. പിന്നെ ഏട്ടനും സിയാനും കൂടെ പുറത്ത് പോയി ഒന്ന് നടന്നിട്ടൊക്കെ വന്നു കേട്ടോ. എന്തുവെന്ന് ആദ്യം ഒരു കഴിച്ചു സൂപ്പ് എന്തോ കഴിച്ചിട്ട് നേരെ അങ്ങോട്ട് പോയി. കാരണം ടൈം ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ യാശുവിനെ കൊണ്ട് അവിടെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ നോക്കിയപ്പോഴത്തേനും ആൾക്കാർ അത്യാവശ്യം വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ട്രൈപ്പോഡൊക്കെ ആയിട്ട് പോയതാണ് കേട്ടോ. പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ സീറ്റ്സും ഫില്ലായിരുന്നു. അങ്ങനെ യാശു ആദ്യം ഒന്ന് ഉറക്കമായിരുന്നു ഞാൻ കഴിച്ചു തുടങ്ങിയപ്പോഴത്തേനും. പിന്നെ എണീറ്റപ്പോഴത്തേനും വൻ വിഷയമായിരുന്നു കേട്ടോ. എൻ്റെ ദൈവമേ, പിന്നെ ഓട്ടവും ബഹളവും ചാട്ടവും തന്നെ ആയിരുന്നു. പിന്നെ കുഞ്ഞിൻ്റെ കുറേ ഓട്ടമായിരുന്നു. അപ്പം എൻ്റെ കഴിപ്പൊക്കെ കണക്ക് തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് കാണുന്ന ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. കഴിക്കാനൊന്നും എനിക്ക് അങ്ങനെ അങ്ങോട്ട് പറ്റത്തില്ല കേട്ടോ. ഇത് ഏട്ടൻ കഴിക്കുന്ന ചിക്കൻ ബിരിയാണി ഞാൻ കഴിക്കണമെന്ന് കഴിച്ചാൽ സത്യം പറഞ്ഞാൽ ഞാൻ പിന്നെ മറന്നു കഴിക്കാൻ. സിയാൻ കഴിച്ചിട്ട് പിസയോ എന്തൊക്കെയൊക്കെയോ പറഞ്ഞു. എന്നിട്ടും കുറേ വേസ്റ്റ് ചെയ്ത് അതിൻ്റെ പുറകെ യാശുവിനെ പിടിക്കാനായിട്ട് ഞാനും സിയാനും കൂടെ പോകും കേട്ടോ. യാശുവിനെ ഇറക്കി വിട്ട ആൾക്കാരുടെ ഇടയിലോട്ട് പോകുമായിരുന്നു. ഭയങ്കര കളിയും ചിരിയാണ്. കാരണം കുഞ്ഞിന് ഈ ഒരുപാട് സ്ഥലം കാണുമ്പോൾ ഉള്ള ആൾക്കാരെ കണ്ടപ്പോൾ തന്നെ എന്തോന്ന് എനിക്കറിയത്തില്ല. പിന്നെ കുഞ്ഞിനെ കളിപ്പിച്ച് ഞാൻ അവിടെ ഇരുന്ന് ഞാൻ പിന്നെ എന്തോ എടുക്കുന്നത് വെച്ചാൽ കൊച്ചിന് സ്വീറ്റായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അതെല്ലാം എടുത്ത് നോക്കിയപ്പോൾ തന്നെ അവൾക്ക് അത്രയ്ക്കൊന്നും വേണ്ട കേട്ടോ. അതും പിന്നെ എൻ്റെ വയറ്റിലോട്ടാണ് പോയത്. പിന്നെ എവിടെ പോയാലും ഞാൻ പിന്നെ ചായ പറയുന്നത് എൻ്റെ ഒരു ശീലം തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടാ എന്നെ കളിയാക്കുക. അങ്ങനെ അതുമൊക്കെ കേട്ട് അവിടെ ഇരുന്ന് കാരണം ഫോണിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് കളിയാക്കുന്നത്. അപ്പോൾ യാശുവിനെയും കളിപ്പിച്ച് ഞാൻ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു പോയി നടന്നിട്ട് വാ എന്നിട്ട് ബാക്കി കഴിക്കണം. ഞാൻ പറഞ്ഞു വേണ്ട അത്രയും മതി. എന്നിട്ടും പിള്ളേർ രണ്ടും കൂടെ ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു. അതിൻ്റെ അപ്പുറത്തൊരു അപ്പൻ ഇരിപ്പുണ്ടായിരുന്നു. ആ പുള്ളിക്കാരനും യാശുവിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടതൊന്നും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് കളിയായിരുന്നു. പിന്നെ ലാസ്റ്റ് ഞാൻ ഏറ്റവും അവസാനം കഴിച്ച സംഭവം കേട്ടോ. ഇത് ഒരുപാട് ആഗ്രഹിച്ച് എടുത്തുകൊണ്ട് വന്നതാട്ടോ. മീൽസ് അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞാൽ ഏട്ടൻ എന്നെ നിർബന്ധിച്ച് വിട്ടതാണ്. പക്ഷേ സത്യം പറയണമല്ലോ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഒട്ടും കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. ഇതിനകത്ത് ആകെ കൊള്ളുന്ന തീയിൽ മാത്രം ഉണ്ടായിരുന്നു. എന്തോ തോരനോ അവിയിലും പേഴ്സണലി എൻ്റെ കാര്യം പറഞ്ഞതാണ് എനിക്ക് അധികം ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അത് ഞാൻ കുറച്ച് എടുത്തല്ലേ ഒന്ന് വെച്ചിട്ട് കുറച്ച് കഴിച്ചിട്ട് ഞാൻ പിന്നെ അവിടെ വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാവൻ്റെ കൊച്ചു കഴിച്ചതെല്ലാം തേച്ചു പോയി. യാശുവിൻ്റെ പറയലോടി അവർ പിന്നെ ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് പേടിയായിരുന്നു കേട്ടോ. കാരണം ആൾക്കാർ ഫുഡൊക്കെ പ്ലേറ്റിൽ കൊണ്ടുപോകുമ്പോൾ തട്ടിയാണ് ഇട്ട് കഴിഞ്ഞാൽ ദൈവമേ ഇനി അവരുടെ കൂടെ കേൾക്കണ്ടേന്ന് വെച്ചിട്ട് അങ്ങനെ യാശിനെ വിളിച്ച് ഞാൻ വിചാരിച്ചൊന്ന് പുറത്ത് കൊണ്ട് കളിപ്പിക്കാമെന്ന് വെച്ചിട്ട് ഞാനും സിയാനും കൂടെ കൊണ്ടുപോവാണ്. അപ്പോൾ യാശു നല്ല ഓട്ടമായിരുന്നു. എല്ലാമൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റായപ്പോഴത്തേനും ഞങ്ങൾ മതിയായി അങ്ങ് ഇറങ്ങും കേട്ടോ. പിന്നെ പുറത്തൊക്കെ ഒന്ന് ഇരുന്നിട്ട് പോകുമെന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ഇവിടുത്തെ വ്യൂ ഒക്കെ പോയി കാണുക കേട്ടോ. ഞാനിവിടെ ഫസ്റ്റ് ടൈമല്ലേ വരുന്നത്. അപ്പോൾ പിന്നെ എല്ലാം ഒന്ന് കണ്ടു കളഞ്ഞിട്ട് പോകുമെന്ന് ചോദിച്ചു. നമ്മൾ എപ്പോഴും വരുന്ന സ്ഥലമൊന്നുമല്ലോ. അങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ അവിടെ നിന്ന് ഏട്ടനെ കൊണ്ട് എടുപ്പിച്ചു. ഞാൻ പിന്നെ യാശുവിനെ എടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ വേറെ കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അവരെ കാണാൻ പോയി തട്ടിയിട്ട് കഴിഞ്ഞാൽ ദൈവമേ എന്തിനാ വെറുതെ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് കേട്ടോ. അപ്പം സിയാൻ പറഞ്ഞു നമുക്ക് ഇവിടുന്ന് കുറേ കഴിഞ്ഞിട്ട് പോകാമേ, ഇപ്പോഴേ പോകേണ്ട വീട്ടിൽ ചെന്നിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വേണ്ട മക്കളെ യാശുവിനെ കൊണ്ട് ഉറക്കണം. കാരണം ചെറിയൊരു നിർബന്ധമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞു ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഒരു ചെറിയൊരു മയക്കമുണ്ടല്ലോ. അങ്ങനെ പിന്നെ അതുമൊക്കെ കണ്ട് കുറേ നേരം അവിടെ നിന്ന് സത്യം പറഞ്ഞു ഞാൻ. അങ്ങനെ അതും ഇതൊക്കെ നോക്കി ഓരോ കാര്യം കൊണ്ട് നേരെ വീട്ടിലോട്ട് പോകാം. കാരണം നമ്മുടെ കാറിൽ കുറേ സാധനം ഇരിപ്പുണ്ട്. കാരണം ലുലുന്ന് എടുത്തതാണ്. ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇരുന്ന് തണുപ്പ് മാറി മാറി ഒരു പരുവമായി കാണാം. അങ്ങനെ ഏട്ടൻ പറഞ്ഞു വാ നമുക്ക് പോകാം. കാരണം ഏട്ടനും അധികം നിൽക്കാൻ വയ്യായിരുന്നു. നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ യാശുവിനെ പിന്നെ തൂക്കി എടുത്തിട്ടുണ്ട് ഓടുമായിരുന്നു. യാശു പിന്നെ ഭയങ്കര ബഹളമായിരുന്നു. ചേട്ടൻ അമ്മ അമ്മ എന്ന് വിളിയായിരുന്നു. ആൾക്കാർ വിചാരിക്കും ഞാനിതിനെ തട്ടിക്കൊണ്ട് പോകുന്നത് എൻ്റെ കൊച്ചു തന്നെയാണെന്ന് നാട്ടുകാർക്ക് ഞാൻ പറയുന്നത്. അങ്ങനെ
കുഞ്ഞിൻ്റെ കളിയും ചിരിയൊക്കെ കണ്ട് ഞങ്ങൾ ഓരോന്ന് പറഞ്ഞ് ലിഫ്റ്റൊക്കെ വരുന്നതിനകത്തൊക്കെ കയറി ഓടാൻ പോകട്ടോ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവർക്കും ഒന്ന് റെഡിയായി വന്നപ്പോഴത്തേന് ഞങ്ങളുടെ ലിഫ്റ്റ് വന്നു. 2 തവണ വന്നിട്ട് ഞാൻ കയറിയില്ല. ഞാൻ പറഞ്ഞിട്ട് നമുക്ക് പോകണം, ഫോട്ടോസ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഫസ്റ്റ് ഫ്ലോറിൽ ഇറങ്ങി പേയ്മെൻ്റ് ഒക്കെ ചെയ്യണമല്ലോ. അങ്ങനെ ഞാൻ ഒരിടത്ത് പോയിരുന്നു. അപ്പോൾ യാഷിനെ പിടിച്ചോളാക്കി. ആ ചേട്ടാ അച്ഛ അവിടെ ഉണ്ട്, ഇപ്പോൾ വരും, വെയിറ്റ് ചെയ്യും. നോ ഈ ഒരു കളിച്ചിരിയും കണ്ട് അവിടുന്ന് സ്റ്റാഫെല്ലാം യാഷിനോട് കളിക്കും. പക്ഷെ ആരുടെ കയ്യിൽ പോകുന്നില്ല. എൻ്റെ കയ്യിലിരുന്നുള്ള സംസാരവും ചാട്ടും ഓട്ടമൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ആരൊക്കെയോ വന്ന് എന്തൊക്കെയോ ചോദിച്ച് യാഷിനെ കാക്കൂട്ടൊക്കെ കളിപ്പിച്ച്. പിന്നെ സിയാനോട് ഞാൻ പറഞ്ഞു 2 പേരുടെ വീടല്ലേ, കാരണം ഗ്രൗണ്ട് ഫ്ലോറാണ്, കാരണം ആൾക്കാർ നടന്നു പോകുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേന് നമ്മുടെ കാറൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് തന്നെ ഞാൻ പിള്ളേരെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് പോവാം, ഇന്നത്തെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് യാഷിനെ കൊണ്ട് ഞാൻ പോവാം കേട്ടോ. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയ സമയത്ത് കുഞ്ഞിനെ കൊണ്ട് വന്നിട്ടുണ്ടാകുന്ന ഒരു ചേട്ടൻ ഓടി വന്ന് എനിക്ക് ഡോറ് ചേട്ടാ എനിക്കുള്ളത് കാണുമ്പോൾ ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് നല്ലത്. എനിക്ക് എന്തോ ഒരു സങ്കടം കേട്ടോ. അത് പണ്ടേ ഉള്ളത്, ഇപ്പോഴൊന്നല്ല. അങ്ങനെ ആ ചേട്ടന് ടാറ്റയും ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോവാട്ടോ. അപ്പം എന്താ പറഞ്ഞത്, ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതിന് ഏട്ടന് ഒരുപാട് താങ്ക്സ് കേട്ടോ. എന്നാൽ മാത്രമേ വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ഒന്ന് ഫുഡടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കാര്യമൊക്കെ പറഞ്ഞു പോവാം. അപ്പം ശരി, എന്നാൽ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ടാറ്റാ ബൈ ബൈ.